മെയ് 8 ഈസ്റ്ററിൻ്റെ 3-ാം വാരത്തിലെ വ്യാഴാഴ്ച. യോഹന്നാൻ 6:44 മുതൽ 51 വരെ വാക്യങ്ങൾ. കുപ്രസിദ്ധമായ വാട്ടർഗേറ്റ് അഴിമതിയിൽ ഉൾപ്പെട്ട പ്രസിഡന്റ് നിക്സന്റെ ഹാച്ചറ്റ് മാൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ചക്ക് കോൾസൺ. ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ശേഷം കോൾസൺ ഒരു ആഴത്തിലുള്ള ആത്മീയ പരിവർത്തനം അനുഭവിച്ചു. ജയിലിലായിരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതം ക്രിസ്തുവിന് അടിയറവയ്ക്കുകയും തടവുകാർക്കും മുൻ തടവുകാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹിക പ്രവർത്തന പരിപാടികളിലൊന്നായ പ്രിസൺ ഫെലോഷിപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. കോൾസന്റെ ശുശ്രൂഷ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സ്പർശിച്ചു. ആരും മോചിപ്പിക്കപ്പെടാൻ വളരെ അകലെയല്ലെന്ന് ഇത് കാണിക്കുന്നു. രാഷ്ട്രീയ അപമാനത്തിൽ നിന്ന് തടവിലാക്കപ്പെട്ടവർക്ക് പ്രത്യാശയുടെ ഒരു ദീപസ്തംഭമാകാനുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ കഴിവിൻ്റെ തെളിവാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും തകർന്ന നിമിഷങ്ങൾ പോലും നമ്മെ ഒരു വലിയ വിളിയിലേക്ക് നയിക്കാൻ ദൈവത്തിന് എങ്ങനെ കഴിയുമെന്നതിൻ്റെ ശ്രദ്ധേയമായ സാക്ഷ്യമാണ് കോൾസന്റെ കഥ. ഇന്നത്തെ സുവിശേഷത്തിലെ യേശുവിനെ കണ്ടെത്തുന്നത് നമ്മളല്ല എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാൻ എഴുതുന്നു, പിതാവായ ദൈവം നമ്മെ ദൈവത്തിൻ്റെ സ്വത്വത്തിലേക്ക് ആകർഷിക്കും. ദൈവത്തിലേക്ക് വരാൻ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം എപ്പോഴും ആദ്യം നമ്മുടെ അടുക്കൽ വരുന്നു. ദൈവം എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ഒരുപക്ഷെ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്നതിന് മുമ്പ് തന്നെ. നാം അലഞ്ഞു തിരിയുമ്പോൾ നമ്മെ നിരന്തരം അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നത് ദൈവമാണ്. ദൈവത്തെ നിങ്ങൾ കണ്ടെത്തിയ ഒരു അനുഭവം, ഒരു സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? എന്തായിരുന്നു അനുഭവം? അത് സമാധാനപരമോ സന്തോഷകരമോ അല്ലെങ്കിൽ അസ്വസ്ഥത നിറഞ്ഞതോ ആയിരുന്നോ? അതോ നിങ്ങൾക്ക് വൈവിധ്യമാർന്ന വികാരങ്ങളും ചിന്തകളും അനുഭവപ്പെട്ടോ? യേശു നമ്മോട് പറയുന്നു, താൻ മാത്രമാണ് ജീവൻ്റെ അപ്പമെന്ന്. അതെ, നമുക്ക് മന്നയോ അപ്പമോ കഴിക്കാം. എന്നിരുന്നാലും താമസിയാതെ വീണ്ടും നമുക്ക് വിശക്കുന്നു. ഭൗമിക ഭക്ഷണം നമ്മുടെ വിശപ്പിനെ യഥാർത്ഥത്തിൽ തൃപ്തിപ്പെടുത്തുന്നില്ല. ഒരു നിമിഷം സ്വയം ചോദിക്കാം, ജീവൻ്റെ അപ്പം ലഭിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ അനുഭവം? പ്രാർത്ഥനയും ചിന്തയും ഒന്നില്ലാതെ അത് കഴിക്കുകയാണോ? അതോ ആ കുർബാന സ്വീകരിക്കുന്ന നിമിഷം തന്നെ നമ്മുടെ കർത്താവും ദൈവമായ യേശുവിനെ നാം യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടോ? ആ നിമിഷം വിശുദ്ധവും പവിത്രവുമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അതോ വളരെ ലാഘവത്തോടുകൂടെ ചെയ്യുന്ന ഒന്നാണോ? യേശു നമുക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. യേശു നമുക്ക് വേണ്ടിയും എനിക്കും നിങ്ങൾക്ക് വേണ്ടിയും മരിച്ചു. നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടതിന്, നമ്മെ നിലനിർത്താനും നമുക്ക് കൃപ നൽകാനും യേശു തൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും കൂദാശ നമുക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുറച്ച് സമയം എടുത്ത് കുർബാനയിൽ യേശു നൽകുന്ന
ആ ദാനം ആസ്വദിക്കാം. അപ്പവും മീഞ്ഞും സ്വീകരിക്കുമ്പോൾ നമ്മൾ യേശുവിനെയാണ് സ്വീകരിക്കുന്നത്. ആ നിമിഷം യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടാൻ നമുക്കിടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.